Good afternoon. Good morning, alla mone. Ippam good afternoon alle. Now good afternoon. Food കഴിച്ചോ? Yes, I had lunch. Mark your attendance. Like that. Good afternoon, miss. Yes, good afternoon. Mark your attendance. Turn on your video. Shani, Shanu. Good afternoon, miss. Good afternoon. Have you had your lunch? All of you, have you had your lunch? Yes. Yes, you had lunch. What did you eat? Which curry? Fish curry. Hmm. Yes. Good afternoon, miss. How are you, miss? I am fine. I'm good. How are you all? All of you mark your attendance. Good morning, miss. Yes, good morning. Mark your attendance. Ipo, good morning now. Good morning. Now, good morning. Good afternoon, miss. Ipo, good morning ആണോ? Now, good morning ആണോ മക്കളെ? Now, good afternoon. Now, good afternoon. After lunch, we will speak. എന്തോ? Now, okay, all of Adia, you sleeping? Are you sleeping, Adia? Sit properly. Okay, all of you take out your textbook. No. Now, നിങ്ങൾക്ക് കർസീവ് റൈറ്റിംഗിന്റെ ബുക്ക് ഇല്ലേ? നമുക്ക് സ്മോൾ ലെറ്റർ കർസീവ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. എങ്ങനെയാ കർസീവ് ലെറ്റർ ഇല്ലേ? ഓ, ആ ബുക്ക് എടുക്കണോ? ആ കർസീവ് ലെറ്റർ ബുക്ക് എടുക്കണം. ടേക്ക് ഔട്ട് യുവർ കർസീവ് ലെറ്റർ ബുക്സ്. ഡു യു ഹാവ്? നിങ്ങൾക്ക് ഉണ്ടോ കർസീവ് റൈറ്റിംഗ് ബുക്സ്? If you have cursive textbook also keep with you. Today we can study cursive letter. Where is your textbook? Show me first page. First page. Small letter or capital letter? Show me. Vaiga. മിസ്സിന്റെ ബുക്ക് മേലെയാണ്, താഴെയല്ല. ഓഹോ, ക്യാപിറ്റൽ ലെറ്റർ ആണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓർ സ്മോൾ ലെറ്റർ? ലെറ്റേഴ്സ് അല്ല മിസ്സേ, ക്യാപിറ്റൽ ലെറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ആണോ? Yes, capital letter. How to write capital letter and small letter? Capital letter and small letter, no? Today, കേട്ടില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ എഴുതുവല്ലേ, ഇങ്ങനെയാണ് ഇപ്പൊ ടീച്ചർ കാണിച്ചു തരുന്നത്. അങ്ങനെ വേണം. എങ്ങനെ?
ഞാൻ തുടങ്ങും. Don't write now. Don't write now. ആരും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണ്ട. ഇല്ല. Don't write now. മിസ് എന്താ പറഞ്ഞത്? Please, I Joseph, turn off your mic. Turn off your mic. First നമ്മൾക്ക് okay. First നമുക്ക് small letter എഴുതാൻ പഠിക്കാം. After that we can study capital letter. Okay. That is good, no? Are you ready? Yes or no? Ready ആണോ? Small letter, cursive letter പഠിക്കാൻ. Okay. Look at the screen. How we will write small letter, small cursive letter. How to write? Look at the screen. All of you look here. Let's like this. Start from here like this and like this and like this. Small letter A. Like this, like this, like this. Like this, like this. First small curve like this. എന്നിട്ട് അതേ കൂടെ തന്നെ വന്നിട്ട് പെൻസിൽ എടുക്കാൻ പാടില്ല. A. Like this. Like this. A. കണ്ടോ മക്കൾ? കണ്ടോ എല്ലാവരും മിസ് എങ്ങനെ എഴുതിയെന്ന്? ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അതേ കൂടെ തന്നെ വന്നിട്ട് ഇങ്ങനെ A. ഒരു ചെറിയൊരു ടിക്ക് ഇട്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്ന് ഇങ്ങനെ A. കണ്ടോ മക്കളെ? എഴുതേണ്ടത് എങ്ങനെയാണ്? A. കണ്ടോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? കണ്ടോ? മക്കൾ കണ്ടോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? കണ്ടോ മക്കളെ? എന്തായാലും മിണ്ടാതിരിക്കുന്നേ? എന്തി നിങ്ങളുടെ കോപ്പി എവിടെ? ഒരു ലൈൻ എന്ന് എഴുതിക്കേ. ഒരു ലൈനിൽ രണ്ട് മൂന്ന് ലെറ്റർ ഒന്ന് എഴുതിക്കേ. ഒന്നും കൂടെ കാണിച്ചു തരാം, നോക്കണേ. Once again I will show you how to write cursive letter, small letter cursive, like this, like this, like this. First da ഇവിടെ നോക്കണേ. നിങ്ങൾ എഴുതാനൊക്കെ പ്രാപ്തരായിട്ടുണ്ട്. ഇനി ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. സാധാരണ തന്നെ അതിനിവിടെ കർവിൽ തുടങ്ങി like this. നോക്കി എഴുതണേ. ഇപ്പൊ ബുക്കിൽ എഴുതണമെന്നില്ല. സ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്ലേറ്റിൽ എഴുതിയാ മതി. ബുക്കില് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാ മതി. ഇപ്പൊ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതണ്ട. സ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്ലേറ്റിലോട്ട് എഴുതിയാൽ മതി. മനസ്സിലായോ? കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്.
അപ്പൊ ഇന്ന് ഇപ്പൊ ആരും ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതി ടെക്സ്റ്റ് ബുക്ക് വൃത്തികേടാക്കണ്ട. സ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്ലേറ്റിലോട്ട് എഴുതിയാൽ മതി. നീ ക്ലാസ്സിലിരുന്നതല്ല ചന്തക്ക് പോവാനിരുന്നതാ. അതാരാ ചന്തക്ക് പോവാൻ നിക്കണേ? ഫാത്തിമ മെഹറിനോടാണോ ചോദ്യം? നുഹാസ്മിൻ, മക്കൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? മനസ്സിലായോ മക്കളില്ലേ? ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതി ആരും ബുക്ക് മോശമാക്കണ്ട. ടെക്സ്റ്റ് ബുക്കിലോട്ട് നിങ്ങൾ പിന്നെ പഠിച്ചെഴുതി, അതായത് സ്ലേറ്റിലോട്ട് എഴുതി പഠിച്ചതിന് ശേഷം എഴുതിയാൽ മതി, അല്ലെങ്കിൽ റഫ് ബുക്കിലോട്ടോ ഒക്കെ എഴുതിയാൽ മതി. ഇപ്പൊ കർസീവ് ലെറ്റർ. ഓ എന്തോ എന്താ അൻവിത? ഒന്നുകൂടെ കാണിച്ചു തരുമോന്നാ? കാണിച്ചു തരാലോ. ഇതാ ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അതേ കൂടെ തന്നെ വന്ന് ഇങ്ങനെ. ആ കണ്ടോ? നമ്മൾ സാധാരണ എഴുതുന്നത് ഇങ്ങനെയല്ലേ? ഇവിടെ ഒരു വാലും കൂടെ ഇങ്ങനെ വാല് ചേർത്ത് എഴുതണം. ഒരു കർവ്, ചെറിയ സ്മോൾ കർവിൽ തുടങ്ങി അതേ കൂടെ തന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ 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 ഇങ്ങനെ. കണ്ടോ? മക്കള് കണ്ടോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? കണ്ടോ? നിങ്ങൾ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നോട്ട് ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതണ്ട. എനിക്ക് സ്ലേറ്റിലൊന്ന് എഴുതി കാണിച്ചാ മതി. നുഹാസ്മിന്റെ മൈക്ക് ഓഫ് ചെയ്തിട്ട് സംസാരിക്കാൻ പറയൂ മോളെ. ഇങ്ങോട്ട് കേൾക്കുന്നു സംസാരിക്കുന്നത്, വാപ്പ് സംസാരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ മക്കൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? നോക്കട്ടെ അൻവിത. വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിലായോ? അതാ ബുക്കിൽ ഏതെങ്കിലും ബുക്കിൽ എഴുതി കാണിച്ചാൽ മതി മിസ്സിനെ, ബുക്കിലോ സ്ലേറ്റിലോ. ഓക്കെ വൈഗ? ഓക്കെ, വെരി ഗുഡ് വൈഗ, വെരി ഗുഡ്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ മക്കൾക്ക് കാണിച്ചു തരാം. സ്ക്രീനിലേക്ക് നോക്കിക്കോ. ലുക്ക് അറ്റ് ദ സ്ക്രീൻ. Once again I will show you how to write capital small letter A. Look here all of you, like this and like this. അതേ കൂടെ തന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ A, like this, like this, like this. A, small letter cursive. A, A, A. കണ്ടോ? ഈസി ആയിട്ട് എഴുതാൻ പറ്റും. യു ക്യാൻ റൈറ്റ് ഈസിലി, വെരി ഈസി. നോ എബെൽ, ഷോമി മോനെ അടുത്ത് കാണുന്നില്ല മോനെ. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. ലുബാബ, വെരി ഗുഡ്. ആദിഷ് എഴുതിയോ? ഇനി ആർക്കെങ്കിലും കാണിച്ചു തരണമെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ, മിസ് കാണിച്ചു തരാം. നിതാഷ പ്രണബ്, വെരി ഗുഡ്. ഏഡൻ തോമസ്, ഓക്കെ മോനെ, വെരി ഗുഡ്. ഓക്കെ, കണ്ടു കണ്ടു, നല്ലതായിട്ടുണ്ട്. ഐവിൻ, ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ മക്കൾക്ക് എങ്ങനെയാണ് സ്മോൾ ലെറ്റർ എ എഴുതേണ്ടതെന്ന്? മനസ്സിലായോ മക്കളെ? ഉമർ, ഓക്കെ, കൊള്ളാം ഉമർ ജാഫർ. ഇതാ ഒന്നുകൂടി കാണിച്ചു തരാം, നോക്കണേ. മിസ് ലാപ്ടോപ്പിൽ ഇങ്ങനെ എഴുതുന്നോണ്ട് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. നിങ്ങളുടെ കോപ്പി നോക്കി എവിടുന്നാണ് തുടങ്ങിയതെന്ന് നോക്കി എഴുതണം. സ്റ്റാർട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇങ്ങനെ A, A, A.
എഴുതിയോ? എളുപ്പമല്ലേ എഴുതാൻ? ഇനി ആരാ എന്നെ കാണിക്കാത്തെ? സ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്ലേറ്റിൽ എഴുതിയാൽ മതി, ബുക്ക് ഉണ്ടെങ്കിൽ ബുക്കില്, അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്ക്. ആദിശ്രീ, വെരി ഗുഡ്. ആദിശ്രീ, അഭിനവ്, വിദ്യുദ്രാം, വെരി ഗുഡ്. എന്നിട്ട് ആ കോപ്പിയിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു പുസ്തകം ഉണ്ടല്ലോ കർസീവ് ലെറ്ററിന്റെ, ആ കോപ്പിയിൽ നിങ്ങൾ നന്നായിട്ട് എഴുതുക. ഐഷാമാന, ഓക്കെ ഗുഡ്. കാണുന്നില്ല മോളെ? പെട്ടെന്ന് ഒന്നുകൂടെ കാണിച്ച ഐഷാമാന. അത് ബുക്ക് നമ്മളെ മറിഞ്ഞു നിൽക്കുന്നോണ്ട് കാണുന്നില്ല. നന്നായിട്ട് വെരി ഗുഡ്. ഇന്ന് നന്നായിട്ട് എപ്പിൻ ബിജു, വെരി ഗുഡ്. സ്മോൾ ലെറ്റർ എ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സ്മോൾ ലെറ്റർ എ നന്നായിട്ട് എഴുതണം. ഓക്കെ, എഴുതാൻ പറ്റുന്നുണ്ടോ? ഇനി മിസ് കാണിക്കണോ? ഉമർ ജാഫർ കാണിച്ചോ? ഷഹലെ മനസ്സിലായോ? നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തില്ലേ? ഓക്കെ ഷാസിൽ, വെരി ഗുഡ്. ആയിഷത്ത് സുമയ്യ, ആയിഷത്ത് സുമയ്യ എന്നുള്ള ആ രീതിയിൽ ആരാ കയറിയത്? നൂഫിയോ? നൂഹായാണോ? നൂഹ, ഓക്കെ ഓക്കെ മോളെ, ഓക്കെ ശരി ശരി, കണ്ടു കണ്ടു. ആദിയ, ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് സ്മോൾ ലെറ്റർ എ ആയിഷാമാന എഴുതിയില്ലേ? ഇപ്പൊ വൈഗ എഴുതിയോ? വൈഗ ഇപ്പൊ മനസ്സിലായി എങ്ങനെയാണ്? നമ്മൾ ഒരാളും കൂടെ കാണിക്കണ്ടല്ലോ. വിദ്യുത് കാണിച്ചായിരുന്നോ? വിദ്യുത് മോന് മനസ്സിലായോ എങ്ങനെ എഴുതണ്ടെന്ന്? ഓക്കെ, ഷാസിലിന് മനസ്സിലായോ എങ്ങനെ എഴുതേണ്ടെന്ന്? ഓക്കെ, ഉമർ ജാഫർ മനസ്സിലായോ? ഫാത്തിമ മെഹ്റിൻ, ആദിശ്രീ, അഭിനബസ് ജേക്കബ് മനസ്സിലായോ? എഡൻ ജെ മാത്യു മനസ്സിലായോ മോനെ? ഓക്കെ, ഇവാന ബിജു മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് ആകെ 45 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ. മിസ് കാണിച്ചു തന്നിട്ടുണ്ട്, മക്കളെ നന്നായിട്ട് അത് എഴുതുക. ഇനി ഇപ്പൊ ബുക്ക് അടച്ചു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, UKG ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, പിന്നെ എഴുതിയാ മതി മിസ് കാണിച്ചു തന്നത് നോക്കിയിട്ട് ട്ടോ. ഓക്കെ, now one story is here, the ant and the bird. You can see one story is here. Take out your textbook, page number 51, 51. One story is here. Now I will tell you one story. All of you take out your textbook, page number 51, 51. The ant and the bird. The ant and the bird. What is the meaning that? ആരൊക്കെയാണ് അതില്? Ant. What is ant? Ant means kurumba. And the bird. ആന്റിന്റെയും ഒരു കഥയാണ് പറയാൻ പോകുന്നത്. സ്റ്റോറി ശ്രദ്ധിക്കണേ. എന്താണ്? ഐവിൻ ജോസഫ്, now you join. Mark your attendance. Lubaba, turn on your video. Now I will tell you one story for you. The ant and the bird. An ant went to the bank of a river to drink water.
What is the meaning that an ant went to the bank of a river? What is the meaning that an ant, ഒരു ഉറുമ്പ് വെള്ളം കുടിക്കാനായി നദിയുടെ തീരത്തേക്ക് പോയതായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? Look at the picture. It fell into the water and began to drown. എന്താണ്? ആ ആന്റ് വെള്ളത്തിലോട്ട് വീണ് മുങ്ങിപ്പോയി. കണ്ടോ? മുങ്ങിപ്പോകുന്ന ചിത്രം കണ്ടോ? കാണുന്നുണ്ടോ? പേജ് നമ്പർ 61 നമ്മുടെ സ്റ്റോറി ഇരിപ്പുണ്ടേ. An ant went to the bank of a river to drink water. An ant ഒരു ദിവസം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നദിയുടെ തീരത്തേക്ക് പോയി. It fell into the water and began to drown. ആ ആന്റ് വെള്ളത്തിൽ വെള്ളത്തിലേക്ക് വീണു. It fell down and began മുങ്ങിത്താഴുന്നത് മുങ്ങിത്താഴു. A bird sitting on a tree saw the poor ant. Bird sitting on a tree. Look at this picture. Where is bird? See, bird is here, sitting on a tree. Where? You can see. Look at the picture. Where is bird? Sitting. On a tree. Sitting on a tree and saw the poor ant. Then ആ ബേർഡ് കണ്ടു പാവം ഉറുമ്പ് വെള്ളത്തിൽ മുങ്ങി താഴുന്നത്. She plucked a leaf with her beak and let it fall into the water near the ant. She plucked a leaf with her beak and let it fall into the water near the ant. She plucked a leaf. എന്താണ് plucked? ആ ലീഫ് ആ കിളി ബേർഡിന്റെ ബീക്ക് ചുണ്ടുകൊണ്ട് ഒരു ലീഫ് ഇല കുത്തി വെള്ളത്തില് ഉറുമ്പിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്തു. വെള്ളത്തിൽ പാവം ഉറുമ്പ് മുങ്ങി താഴുന്നത് കണ്ടപ്പോ ആ ബേർഡ് ആ ഉറുമ്പിനെ സഹായിച്ച കഥയാണ് പറയുന്നത്. ആരാണ് ഉറുമ്പിനെ സഹായിച്ചത്? ബേർഡ്. Then she plucked a leaf with her beak and let it fall into the water near the ant. ഒരു ലീഫ് എടുത്ത് ആന്റിന്റെ അടുത്തേക്ക് ഇട്ടുകൊടുത്തു. Then the ant climbed onto it and was saved. ആ ലീഫ് ബേർഡ് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുത്തപ്പോ ബേർഡ് വെള്ളത്തിലോട്ട് ഇട്ടു കൊടുത്തപ്പോ ലീഫിന്റെ മുകളിലേക്ക് ഉറുമ്പ് ചാടി കയറി. അപ്പൊ എന്തായി? എന്നിട്ട് അപ്പോഴെന്താണ്? and was saved. അതപ്പോ സുരക്ഷിതമായി ആ ഇലയുടെ മുകളില് ഉറുമ്പ് ഇങ്ങനെ പോയി. A few days later, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ a bird catcher spread a net near the tree in which the bird lived. A few days later, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ a bird catcher എന്ന് എന്താണ്? പക്ഷിപിടുത്തക്കാരൻ spread a net near the tree. Spread a net near the tree എന്ന് പറഞ്ഞാൽ what is the meaning that? വല വിരിച്ചു ട്രീയുടെ അടുത്ത്, ബേർഡ് ജീവിക്കുന്ന ട്രീയുടെ അടുത്ത് ബേർഡ് ക്യാച്ചർ ഒരു നെറ്റ് എന്താണ്? വല വിരിച്ചു. എന്തിനാ? ബേർഡിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ എന്താ സംഭവിച്ചെന്ന് നോക്കാം. The ant was nearby. അപ്പോഴ് നമ്മള് ഈ ബേർഡ് രക്ഷിച്ച ഉറുമ്പ് അതിന്റെ അടുത്തുണ്ടായിരുന്നു. It knew that the bird catcher wanted to catch the bird. എന്താണ്? ഉറുമ്പിന് മനസ്സിലായി ഈ ബേർഡ് ക്യാച്ചർക്ക് എന്താ ഈ ബേർഡിനെ, ഈ പക്ഷിനെ പിടിക്കാനാണ് ഈ വല വിരിച്ചതെന്ന് ആർക്ക് മനസ്സിലായി? ആന്റിന് മനസ്സിലായി. Then
It bit him in the foot. അത് മനസ്സിലാക്കിയ ഉറുമ്പ് എന്ത് ചെയ്തു? It bit him in the foot. Bit കടിക്കുക. Foot കാല്. കാലില് ഈ പക്ഷിപിടുത്തക്കാരന്റെ ഈ ബേർഡ് ക്യാച്ചറിന്റെ കാലില് ഈ ഉറുമ്പ് കടിക്കാൻ തുടങ്ങി. The bird catcher threw the net down. ബേർഡ് ക്യാച്ചറിന്റെ കാലിൽ ഉറുമ്പ് കടിച്ചപ്പോ എന്ത് ചെയ്തു? ബേർഡ് ക്യാച്ചർ നെറ്റ് നെറ്റ് എറിഞ്ഞു കളഞ്ഞു. The bird catcher threw the net down. The bird flew away. കണ്ടോ? പിക്ചർ നോക്കിയേ. മനസ്സിലായോ മക്കൾക്ക്? സ്റ്റോറി എന്താണെന്ന് മനസ്സിലായോ? ഒരു ദിവസം ആനാൻച് ഒരു ചെറിയ ഉറുമ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി നദിയുടെ അരികിലേക്ക് പോയി. അപ്പൊ എന്താണ്? ഇറ്റ് ഫെൽ ഡൗൺ. ഇത് ഈ ഉറുമ്പ് പെട്ടെന്ന് വെള്ളത്തില് മുങ്ങിത്താണു. അത് മരക്കൊമ്പിലിരുന്ന് ഒരു പക്ഷി കാണുന്നുണ്ടായിരുന്നു. അപ്പോ പാവപ്പെട്ട ഉറുമ്പിനെ പക്ഷി കണ്ടപ്പോ പക്ഷിക്ക് എന്തായി? വിഷമായി. വേഗം എന്ത് ചെയ്തു? അത് അതിന്റെ ചുണ്ടുകൊണ്ട് കൊത്തി ഒരു ഇല പറിച്ച് വെള്ളത്തിൽ മുങ്ങി താഴുന്ന പാവം ഉറുമ്പിന്റെ അടുത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ എന്തായി? ഈ ഇലയുടെ മുകളിലേക്ക് ഈ ഉറുമ്പ് ചാടി കയറി രക്ഷപ്പെട്ടു. എന്നിട്ട് എന്തായി? രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോ എന്തായി? ഉറുമ്പ് എന്താണ് സംഭവിച്ചത്? പിന്നെ പറഞ്ഞേ. ബേർഡ് ഉറുമ്പിനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോ നെക്സ്റ്റ് ഡേ കുറച്ച് ദിവസം കഴിഞ്ഞു. കുറച്ച് ദിവസം ബേർഡ് ക്യാച്ചർ വന്ന് ആ ട്രീയുടെ അടുത്ത് ഒരു വല അങ്ങോട്ട് വിരിച്ചു ഈ ബേർഡിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഈ രക്ഷിച്ച ഉറുമ്പ് കണ്ടു. ഒരു ദിവസം ഉറുമ്പ് വെള്ളത്തിൽ വീണപ്പോ ഉറുമ്പിനെ ആരാ രക്ഷിച്ചത്? ബേർഡ്. അപ്പൊ ബേർഡിനെ പിടിക്കാൻ വേണ്ടി ബേർഡ് ക്യാച്ചർ പക്ഷിപിടുത്തക്കാരൻ വന്നപ്പോ ആരാണ് പക്ഷിയെ രക്ഷപ്പെടുത്തിയത്? ഉറുമ്പ് രക്ഷപ്പെടുത്തി. ഇതാണ് നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായേ? നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും സഹായിച്ചു. നമ്മളെയും അവർക്ക് ഒരു ദിവസം നമ്മളെയും അവര് സഹായിക്കും. നമ്മൾ ഒരു പ്രാവശ്യം ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മളെ ആയിരിക്കും അവര് സഹായിക്കുക അല്ലേ? നിങ്ങൾ ഇന്ന് ഒരു കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേറൊരു ദിവസം പെൻസിൽ എടുക്കാൻ മറന്നുപോയി സ്കൂളിൽ വന്നാൽ ടീച്ചർ വഴക്ക് പറയും. അപ്പൊ അടുത്ത കുട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു പെൻസിൽ സഹായിക്കും. അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരെയും ഉപദ്രവിക്കാതെ ആരെയും ദ്രോഹിക്കരുത്. എല്ലാവരെയും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ സഹായിക്കണം. ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് ആ ഉറുമ്പിനെ രക്ഷപ്പെടുത്തിയത് കൊണ്ടല്ലേ ഈ ബേർഡിനെ പിടിക്കാൻ ബേർഡ് ക്യാച്ചർ വന്നപ്പോൾ അത് ഉറുമ്പിനെ പിടിക്കാനാണെന്ന് ബേർഡ് ക്യാച്ചറിന് മനസ്സിലായിട്ട് പെട്ടെന്ന് ആ ബേർഡ് ക്യാച്ചറിന്റെ കാലിൽ കടിച്ചപ്പോ ബേർഡ് ക്യാച്ചറിന് നിൽക്കാൻ പറ്റാതെ വല വലിച്ചെറിഞ്ഞു. ബേർഡ് രക്ഷപ്പെട്ടില്ലേ? മനസ്സിലായോ കഥ? നല്ല കഥയല്ലേ? മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അവര് പിന്നെ നല്ല സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പിരിഞ്ഞു അല്ലേ? എന്തോ മക്കൾക്ക് മനസ്സിലായില്ലേ എന്താണെന്ന്? സ്റ്റോറി മനസ്സിലായോ മക്കളെ? ഇനി നമ്മള് നെക്സ്റ്റ് പേജ് എടുത്തേ. ഹെൽപ്പ് മീ. നെക്സ്റ്റ് പേജ് എടുത്തേ. ഹെൽപ്പ് മീ. അതൊന്ന് റീഡ് ചെയ്യാലോ. റീഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ഡേയിൽ വരുമ്പോ മിസ് അത് നിങ്ങളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കും. ഹെൽപ്പ് മീ. ഈ പേജ് കണ്ടോ? കിട്ടിയോ? തുടങ്ങട്ടെ. ലെറ്റ്സ് സ്റ്റാർട്ട്. Nutty has HES has HUAT heart his paw. PAW paw. Nutty has hurt his paw.
Who will help Nuti? Who will help Nuti? പോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഈ കൈയുടെ ഭാഗത്തിനെയാണ് പോ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ മക്കൾക്ക് മനസ്സിലായോ? എടുത്തോ? ലെസൺ എടുത്തോ? എല്ലാവരും എടുത്തേ? എല്ലാവരും എടുത്തേ? എടുത്തോ? ഹെൽപ്പ് മീ എന്ന പാഠം എടുത്തോ? ഇത് നമുക്കൊന്ന് റീഡ് ചെയ്യാം. Nuti has 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 HURT heart his paw. എന്താണ് പോ എന്ന് പറഞ്ഞാല്? എന്താണ് പോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവരുടെ ഈ നഖത്തിന്റെയൊക്കെ ഈ ഇവിടെ ഭാഗമില്ലേ, കാലിന്റെ ഇവിടെയൊക്കെ, കൈയുടെയൊക്കെ ഇവിടെ, കൈപ്പത്തിയുടെയൊക്കെ ഇവിടെ നഖമൊക്കെ ഉള്ള അവിടെ എന്ത് പറ്റി? ഹർട്ട്, ഒരു വേദന പറ്റിയിട്ടുണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ത്. ഹൂ വിൽ ഹെൽപ്പ് ന്യൂട്ടി? WHO. ഹൂ, WILL, വിൽ, HELP, ഹെൽപ്പ്. മുള്ളുകൊണ്ട് വേദനിച്ചു. എങ്ങനെയാ നോക്കാം? NUTTY, ന്യൂട്ടി. ഹൂ വിൽ ഹെൽപ്പ് ന്യൂട്ടി? അങ്ങനെ നോക്കാം നമുക്ക്. ആ മരത്തിന്റെ ചോട്ടിലിരുന്നാണ് ഇത് പറയുന്നത്. കണ്ടോ? ലുക്ക് അറ്റ് ദ പിക്ചർ. അതിന്റെ കയ്യില് മുള്ളെന്തോ കൊണ്ടിട്ടുണ്ട്. നോക്ക്, കൈപ്പത്തിയുടെ ഭാഗത്ത് അതിന് മുള്ളു കൊണ്ട് വേദനിച്ച് നിൽക്കുവാണ്. ഹൂ വിൽ ഹെൽപ്പ് ന്യൂട്ടി മീൻസ് ആർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഹൂ വിൽ ഹെൽപ്പ്, ആര് സഹായിക്കും ന്യൂട്ടിയെ? Can you help me, cat? CAN, can. YOUHELP, help. ME, me. എങ്ങനെയാ വായിക്കുക? How we will read this? Can you help me? Cat, CAT, cat. എന്താണ്? ക്യാറ്റിനോട് ചോദിച്ചു, എന്നെ സഹായിക്കാൻ പറ്റുമോ? Can you help me? I am sorry, I cannot help. ക്യാറ്റ് എന്ത് പറഞ്ഞു? I am sorry, ക്ഷമിക്കണം. I cannot help, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. Can you help me? നെക്സ്റ്റ് ആരാണ്? ബട്ടർഫ്ലൈ ആണ് വന്നേക്കുന്നത് അല്ലെ? ലുക്ക് അറ്റ് ദ പിക്ചർ. ഫസ്റ്റ് ക്യാറ്റിനോട് ചോദിച്ചു, Can you help me? അപ്പൊ എന്താണ് പറഞ്ഞത്? yes ആണോ no ആണോ പറഞ്ഞേ? I can ആണോ പറഞ്ഞേ? I cannot ആണോ പറഞ്ഞേ? I can എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും, I cannot എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. ഇവിടെ എന്താ പറഞ്ഞത്? I cannot. I cannot help. അങ്ങനെ പറഞ്ഞാൽ സഹായിക്കാൻ പറ്റുന്നാണോ? നെക്സ്റ്റ് ആരോടാണ് ചോദിക്കുന്നത്? നെക്സ്റ്റ് ബട്ടർഫ്ലൈയോടാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് Can you help me, butterfly? നെക്സ്റ്റ് Can you help me, butterfly? ബട്ടർഫ്ലൈ എന്താ പറഞ്ഞേ? I am sorry, I cannot help. ബട്ടർഫ്ലൈയും എന്ത് പറഞ്ഞു? I am sorry, I cannot help. ബട്ടർഫ്ലൈയും ക്യാറ്റും എന്താ പറഞ്ഞേ? I am sorry, I cannot help. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് Can you help me, frog? പിന്നെ ആരോടാണ് ചോദിച്ചത്? നെക്സ്റ്റ് ഫ്രോഗ് എന്താ പറഞ്ഞേ നോക്കിയേ? I am sorry, I cannot help. ഫ്രോഗ് ഹെൽപ്പ് ചെയ്യാന്നാണോ പറഞ്ഞേ? No. നെക്സ്റ്റ് ആരോടാ ചോദിക്കുന്നേ നോക്കിയേ? Can you help me, cow? Can you help me, cow? കൗവിനോട് ചോദിച്ചു. കൗ എന്താ പറഞ്ഞേ? I am sorry, I cannot help. ഇവിടെ ശ്രദ്ധിക്കണേ. Next, Nuti goes to Seema and Sam. The two friends are there. Nuti goes to Seema and Sam. Come here, Nuti. അപ്പൊ ആരാ ഹെൽപ്പ് ചെയ്തേ ന്യൂട്ടിനെ? ന്യൂട്ടിനെ ആരാ ഹെൽപ്പ് ചെയ്തേ? സീമ
Seema Seema and Sam. Noti, once again, look at the textbook. Noti has had his fall. Who will help Noti? Can you help me? Cat, can you help me? ആരോട് ചോദിച്ചു? ഫസ്റ്റ് കാറ്റിനോട് ചോദിച്ചു. I am sorry, I cannot. I am sorry. ക്ഷമിക്കുക, എനിക്ക് പറ്റില്ല. Next, can you help me butterfly? Second picture, look at the picture. രണ്ടാമത്തെ പിക്ചറിൽ ബട്ടർഫ്ലൈയോട് ചോദിച്ചു. I am sorry, I cannot help. ബട്ടർഫ്ലൈയും no help. Next, frog. Can you help me, frog? Frog എന്ത് പറഞ്ഞു? I'm sorry, I cannot help. Next, can you help me, cow? കൗവിനോട് ചോദിച്ചു. കൗവും I am sorry, I cannot help. Last, Noti goes to Seema and Sam. Come here, Noti. ആരാണ് Notiനെ ഹെൽപ്പ് ചെയ്തത്? സീമ and Sam. Okay. ഈ ലെസൺ നിങ്ങളൊന്ന് റീഡ് ചെയ്യണേ വീട്ടിലിരുന്നിട്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ് ഒന്നും കൂടെ ഇത് വായിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സ്റ്റോറി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോളാം. ഓക്കെ, മക്കൾക്ക് മനസ്സിലായില്ലേ? Yes, miss. അതേപോലെ കർസീവ് ലെറ്റർ, സ്മോൾ ലെറ്റർ എയും വീട്ടിലിരുന്ന് എഴുതി.